ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. അപ്പൊ നമ്മൾ ഇന്നലെ നടന്ന ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് ഒരു ഓട്ട പ്രദർശനമാണ്. പെട്ടെന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ജസ്റ്റ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോകുന്ന വഴിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോവുക. ഓക്കെ, നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏത്? തവനൂർ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തവനൂറാണ്. അടുത്തത് 2023 പുറത്തിറങ്ങിയ ദി കവനന്റ് ഓഫ് വാട്ടർ. ദി കവനന്റ് ഓഫ് ദി കവനന്റ് ദി കവനന്റ് ഓഫ് വാട്ടർ ദി കവനന്റ് ഓഫ് വാട്ടർ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവലാണ്. ഇത് എഴുതിയത് ആരെന്നൊരു ചോദ്യം ചോദിച്ചു. ഉത്തരം എബ്രഹാം വർഗീസ് ആണ്. എബ്രഹാം വർഗീസ് ആണ് ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവൽ എഴുതിയത്. 2023 പുറത്തിറങ്ങിയത്. ഈ കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? അലാമിക്കളി എന്ന് പറയുന്നത് കാസർഗോഡാണ്. നമ്മൾ പഠിച്ചതാണ്. അലാമിക്കളി എന്ന് പറയുന്നത് കാസർഗോഡാണ്. യക്ഷഗാനം നമ്മൾ പഠിച്ചതുപോലെ തന്നെ അലാമിക്കളി കാസർഗോഡാണ്. അതായത് അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ചന്ദ്രയാൻ 3 റോവർ നമ്മൾ പഠിച്ചതാണ് ചന്ദ്രയാനെ കുറിച്ച്. അതിന്റെ ചന്ദ്രയാൻ 3 റോവർ ഏതിന്റെയൊക്കെ സാന്നിധ്യമാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ ഉണ്ട്, ഓക്സിജൻ ആൻഡ് സൾഫർ. ഓക്സിജന്റെയും എ ആൻഡ് ഡി എന്നാണ് ഓപ്ഷൻ. ഓക്സിജനും അതുപോലെ തന്നെ സൾഫറും. ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് കണ്ടെത്തിയത് ചന്ദ്രയാൻ 3. ഓക്സിജൻ ആൻഡ് സൾഫർ, ഓക്സിജന്റെയും സൾഫറിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്. ഓക്കെ, ഇനി അടുത്ത ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് എന്നതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. റോക്കറ്റ്, ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് എന്നതാ നമുക്കറിയാം, ഇർദു കരുതാലാണ്. അതും ഓർത്ത് വെച്ചിരിക്കുക. ഇർദു കരുതാലാണ് ആ റോക്കറ്റ് വണ്ടി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ MS സ്വാമിനാഥനാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അതായത് 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്? 3 2 ശരി ഇവിടെ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കേരളീയം എന്ന് പറയുന്നത്. അതുപോലെ സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അത് 2 ശരിയായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് only 1 and 3. രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര ഗവൺമെന്റ് ആണ് സംഘടിപ്പിച്ചാലല്ലോ, കേരള ഗവൺമെന്റ് ആണ്. അപ്പം 1ഉം 3ഉമാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം, സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അടുത്ത ചോദ്യം, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണത്തെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കൂട്ടെന്നാണ്. കേട്ടോ, കൂട്ടെന്നാണ് ഉത്തരം. അതിന്റെ ഉത്തരം കൂട്ടെന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ആലപ്പുഴയാണ്. PN പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴയാണ്. അതുപോലെ ചോദിച്ചിരിക്കുന്നത്, G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നതിൽ ഏത് വൻകരയിൽ ഉള്ള രാജ്യത്തു നിന്നാണ്? G20 പദവി ഇന്ത്യ ഏറ്റെടുത്തത്? വൻകര എന്ന് വെച്ചാൽ ഏഷ്യയാണ്. ഏഷ്യയിൽ നിന്നാണ് ഏറ്റെടുത്തത്. അടുത്തത്, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാര്? സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളോട് ചോദിക്കാം. ഉത്തരം നമുക്കറിയാം, രാകേഷ് ശർമ്മയാണെന്നറിയാം. ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രാകേഷ് ശർമ്മയാണെന്നറിയാം ആദ്യത്തത്. അതുപോലെ തന്നെ 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ് ആണ്. അത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? അത് ചോദിക്കാൻ സാധ്യതയുള്ളൂ. വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? ഉത്തരം നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം. കേട്ടോ, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. കാരണം തിരുവനന്തപുരത്താണ് വിഴിഞ്ഞം, പക്ഷെ തിരുവനന്തപുരം താലൂക്കിലല്ല, നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം വരുന്നത്. അപ്പൊ അതവിടെ ഓർത്തു വെച്ചിരിക്കുക. ഇനി 2022 മികച്ച പിന്നണി ഗായകർക്ക് ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത നമുക്ക് എല്ലാവർക്കും അറിയാം, നഞ്ചിയമ്മയാണെന്നുള്ളത്. 2022
അവാർഡുകളെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം അവാർഡുകളൊക്കെ നമ്മളല്ലാതെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? നമ്മുടെ ഇന്ത്യയുടെ ജിയോഗ്രഫി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അവിടെ വരുന്നൊരു കാര്യമാണ്. ഇല്ലേ, കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം UP ആണ്, ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2022 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് നിഴലുറങ്ങാത്ത വഴികളാണ്. പേടി സ്വപ്നങ്ങള്, കൈമുദ്രകള്, അടയാളങ്ങളൊക്കെ കൃതികളാണ്. ഉത്തരം നിഴലുറങ്ങാത്ത വഴികളാണ്. അപ്പൊ അതൊക്കെ ചോദിക്കുക, അതൊക്കെ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. പഠിച്ചു കൊള്ളുക, പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്തത് ചന്ദ്രയാൻ 3യെ കുറിച്ച് നന്നായിട്ട് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് പല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് നോക്കി പോവുക. അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉത്തരം ശ്രീ U ഷറഫലിയാണ്. ഷറഫലിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBIയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് MS ധോണിയാണ്. അടുത്തത് കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. കാല എന്ന് വെച്ചാൽ കറുത്ത എന്നറിയാലോ, കറുത്ത. കാലാഹിരൺ. അപ്പൊ ഉറപ്പായിട്ടും അറിയാം IM വിജയനാണ്, അല്ലെ? IM വിജയനാണ്. കാലാഹിരൺ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ IM വിജയനാണ്. നമ്മുടെ ഇന്ത്യയുടെ കറുത്തമുത്തൊക്കെ എന്നറിയപ്പെടുന്ന ഫുട്ബോളർ. ഓക്കെ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്കിരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? അക്രമങ്ങളോ, അപകടങ്ങളോ, പ്രകൃതി ദുരന്തങ്ങളോ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാല് പരിരക്ഷയാണ്. പരിരക്ഷ. ഓക്കെ. അടുത്തത് നാരീശക്തി വന്ദൻ അധീനിയം. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നാരീശക്തി വന്ദൻ അധീനിയം. ഈ ബില്ല് ലോകസഭ പാസാക്കിയത് ദിനം ചോദിച്ചിട്ടുണ്ട്. നാരീശക്തി വന്ദൻ അധീനിയം ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് കേട്ടോ. 2023. എല്ലാവരും തന്നെ ആൻസർ ഉണ്ട്. 20. ഓക്കെ. സെപ്റ്റംബർ 20 2023 സെപ്റ്റംബർ 20 ഈ നാരീശക്തി വന്ദൻ അധീനിയം എന്ന് പറയുന്ന ബില്ല് ലോകസഭ പാസാക്കിയത്. ഓക്കെ. പിന്നെ നമ്മള് കേരള മന്ത്രിസഭ നന്നായിട്ട് പഠിക്കുക. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നതിൽ തെറ്റായി സൂചിപ്പിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA ആണെന്നുള്ളത്. MP രാജേഷ് കളമശ്ശേരി, P രാജീവ് ബേപ്പൂർ, PA മുഹമ്മദ് റഷീദ് ആറന്മുള, വീണ ജോർജ് തൃത്താല എന്നൊക്കെ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എല്ലാം തെറ്റാണത്. ഓപ്ഷൻ A B ആണ്, B D ആണ്, C A ആണ്, D എല്ലാം തെറ്റാണ്. ഉത്തരം എല്ലാം തെറ്റാണ് കേട്ടോ. എല്ലാം തെറ്റാണത്. അപ്പം അത് ഒന്ന് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത്? അത് നമ്മള് സോഷ്യൽ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ കേരള ഗവേണൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. അതില് ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫർമേഷൻ, കേരള മിഷൻ. അതായത് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതെന്നാണ് ചോദ്യം. വരാത്തതാണ്. ശുചിത്വ മിഷൻ വരുന്നതാണ്, കുടുംബശ്രീ വരുന്നതാണ്, കില വരുന്നതാണ്, ഇൻഫർമേഷൻ കേരള മിഷൻ വരുന്നതാണ്. അപ്പൊ ഉത്തരം ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. എല്ലാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കർഷകർ ആദായ വിൽപ്പന. ആ പദ്ധതി ഏത്? PM ആശാ യോജന.
യോജനയാണ്. പി എം ആശാ യോജനയാണ്. പി എം ആശാ യോജന. കർഷകർക്ക് എന്ത് ചെയ്യുക? ആദായ വില കിട്ടുക, ആദായകരമായ വില ഉറപ്പാക്കുക. പി എം ആശ, ആദായം ആശ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. അടുത്ത, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം. സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം. സൺ സൺ സിൻക്രണൈസ്ഡ് സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏത്? സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം. സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉത്തരം IRS-1A ആണ്. IRS-1A. IRS-1A ആണ്. IRS-1A ആണ്. IRS-1A. 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 ഓക്കെ. സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം. സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ യു പി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം അത് ഇനി ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല, യു പിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഇനി പറയുകയാണെങ്കിൽ ഞാൻ അവാർഡുകളും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അവാർഡുകളൊക്കെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ പഠിക്കാൻ പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ പഠിക്കുകൊള്ളണമെന്നല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. 2019 ഓഗസ്റ്റ് മാസം 5. ഓക്കെ. പിന്നെ പദ്ധതികളെ, സ്കീമിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചത്. അത് ആ പദ്ധതികളെല്ലാം പഠിച്ചാലേ കിട്ടത്തുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇനിയൊരു ചോദ്യം, 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ്. അതായത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ എത്ര രൂപ വർധന ഉണ്ടായി എന്നാണ് ചോദ്യം. ഉത്തരം 22 രൂപയാണ്. ഉത്തരം 22 രൂപയാണ് കേട്ടോ. 22 രൂപയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പിന്നെ പദ്ധതികളെ പറ്റി കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ R21 മാട്രിക്സ്. R20 അതായത് അടുത്ത നമ്മള് രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ ഒന്നും കൂടി പറയാം. R21 മാട്രിക്സ്. R21 മാട്രിക്സ് M. R21 മാട്രിക്സ് M എന്ന് പറയുന്ന വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? R21 മാട്രിക്സിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്, മലേറിയ കേട്ടോ. മാട്രിക്സിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്, മലേറിയ. മാട്രിക്സ് മലേറിയ. അടുത്ത 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP 28 നടന്നത് എവിടെ വെച്ചാണ്? 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണെന്നാണ് ചോദ്യം. ഉത്തരം UAE ആണ്. UAE ആണ്. ഇത് നമ്മൾ മുമ്പ് കറണ്ട് അഫയേഴ്സ് എടുത്തപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പൊ ഏകദേശം ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി എല്ലാം നമ്മുടെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് സ്കീം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ധാരാളം ക്വസ്റ്റ്യൻസ് കൂടുതലും എപ്പോഴും നമ്മുടെ LP യുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കും. നമ്മുടെ സൈക്കോളജി പഠിക്കുമ്പോൾ, എഡ്യൂക്കേഷൻ ടെക്നോളജി പഠിക്കുമ്പോൾ അതിലെ സ്കീംസുകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. കേരള സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ. അപ്പം എല്ലാം കൂടി ഒന്ന് നോക്കി വച്ചിരിക്കുക. പോകുന്ന വഴിയെ പറ്റുമെങ്കിൽ ഇതൊന്ന് ശ്രവിച്ചുകൊണ്ട് പോവുക. സമയമുള്ളവർ, ഇല്ലാത്തവർ നോക്കണ്ട, എപ്രാളപ്പെട്ട് ഇനി സമയമില്ലാത്തവർ അത് നോക്കി ടൈമൊന്നും കളയണ്ട, ടെൻഷനൊന്നും അടിക്കണ്ട.
നല്ല എളുപ്പമായിരിക്കും എക്സാം. ധൈര്യമായിട്ട് പോയി എഴുതുക. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിങ്ങൾ പഠിച്ചു തന്നെ എല്ലാം ഉണ്ടായിരിക്കും. ഇനി ഒന്നും പഠിക്കാനൊന്നും ശ്രമിക്കേണ്ട. ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുക. ഇനി എന്തെങ്കിലും ഉറപ്പിക്കാനുണ്ടെങ്കിൽ, പഠിച്ച എന്തെങ്കിലും മറന്നുപോകും എന്ന് ഉറപ്പുള്ള സ്കീംസും കാര്യങ്ങളും മറ്റും, പിന്നെ നമ്മുടെ സൈക്കോളജി, പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നോക്കുക. മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അവസാനം ലാസ്റ്റ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറഞ്ഞ രണ്ടു ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം. അതായത് നമ്മുടെ ശ്രീനാരായണ റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ആലുവ സർവമത സമ്മേളനത്തിലെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു അല്ലെ. ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം എന്താണ്? പലമത സാരവുമേകം അല്ലെ. പലമത സാരവുമേകം അതായിരുന്നു ചോദ്യം. ഇനി ശിവഗിരി മഠത്തിന്റെ പ്രഥമ ശ്രീനാരായണ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് 2023 അർഹനായത് ആര്? ജി പ്രിയദർശനാണ്. ജി പ്രിയദർശൻ. നാരായണ ഗുരു ഗുരുകുലം സ്ഥാപിച്ചത് നമ്മുടെ നടരാജ ഗുരുവാണ്. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ നമ്മൾ ബന്ധപ്പെട്ട് പഠിച്ചത് മഹാഗുരു വർഷം 2024 അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണം അറിയപ്പെടുന്നത് അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി അറിയപ്പെടുന്നത് മഹാഗുരു വർഷം 2024 എന്നാണ്. പിന്നെ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിളിച്ചത് ഊരുട്ടമ്പലം സ്കൂളിന്റെ പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂള്. പിന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പഠിച്ചത് 2024 150ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ. അതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 150ാം രക്തസാക്ഷിത്വ വാർഷികം ആഘോഷിക്കുന്നത് നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡുണ്ട്. പ്രഥമ വേലായുധ പണിക്കർ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം 2023 കൊടുക്കുന്നത്. ആദ്യമായിട്ട് അത് നേടിയത് നമുക്കറിയാം ഗോകുലം ഗോപാലനായിരുന്നു. 2024 കൊടുത്തു. അത് പുനലൂർ സോമരാജനായിരുന്നു. ഓക്കെ. പിന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ജീവിതം പ്രമേയമാക്കിയ ഒരു ചിത്രമുണ്ട്, 19ാം നൂറ്റാണ്ട്. അതുപോലെ തന്നെ അല്ലമീൻ, നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീൻ, അതായത് 2024 ശതാബ്ദി ആഘോഷിച്ച മലയാള പത്രമാണ് അല്ലമീൻ എന്ന് പറയുന്നത്. കുമാരനാശാന്റെ 100ാം ചരമവാർഷികമാണ് 2024. അതുപോലെ തന്നെ കുമാരനാശാന്റെ 150ാം ജന്മവാർഷികവും 2023 ചരമവാർഷികം 100ാം ചരമവാർഷികം 2024. അതുപോലെ തന്നെ 150ാം ജന്മവാർഷികം 2023. പിന്നെ നമ്മുടെ തോൾശീല പോരാട്ടം, മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ പറയുന്ന ചാന്നാർ ലഹരി എന്നൊക്കെ പറയുന്ന അതിന്റെ 200ാം വാർഷികാചരണത്തില് അല്ലെങ്കിൽ വേദിയായത്, അതിന്റെ 200ാം വാർഷികാഘോഷത്തിൽ വേദിയായ നഗരം എന്ന് വെച്ച് കഴിഞ്ഞാല് 2023 ആഘോഷിക്കപ്പെട്ടത് നാഗർകോവിൽ, തമിഴ്നാട് നാഗർകോവിലാണ്. പിന്നെ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നത് നമ്മുടെ 2024 അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചു ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരും പോയി നന്നായിട്ട് എക്സാംസ് എഴുതുക, അടിപൊളിയായിട്ട് വരിക. ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും നന്നായിട്ട് എഴുതുക, എക്സാം നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ.